സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് കുറഞ്ഞത് 10,040 രൂപ. 1 ലക്ഷത്തിന് താഴേക്ക് തന്നെ. മാർച്ച് 1,1.26 ലക്ഷം എന്ന നിരക്കിലായിരുന്നു പവൻ വില. എന്നാൽ പിന്നീടിങ്ങോട്ട് സ്വർണം ഇടിഞ്ഞു വീഴുന്നതാണ് കാഴ്ച. കഴിഞ്ഞ ഒരാഴ്ചക്കിടെയുള്ള കണക്കെടുത്താൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. മാർച്ച് 15-ന് ഒരു പവന് 8 ഗ്രാം 22 കാരറ്റ് 1,17,080 രൂപയായിരുന്നത് മാർച്ച് 21-ന് 1,07,040 രൂപയായി കുറഞ്ഞു. ഏകദേശം 8.6% കുറവാണ് ഒരാഴ്ച കൊണ്ട് രേഖപ്പെടുത്തിയത്. അതായത് 10,040 രൂപയുടെ ഇടിവ്. കേരളത്തിലെ സ്വർണ്ണവില ആഗോള വിപണിയിലെ ട്രെൻഡുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇന്ത്യ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിനാൽ അന്താരാഷ്ട്ര മാറ്റങ്ങൾ പ്രാദേശിക വിലകളിൽ വേഗത്തിൽ പ്രതിഫലിക്കും. തദ്ദേശീയ കാരണങ്ങളെക്കാൾ ആഗോള ഘടകങ്ങളാണ് നിലവിലെ സാഹചര്യത്തിനു പിന്നിൽ. ആഗോളതലത്തിൽ US ഡോളറിന്റെ ശക്തിപ്പെട്ടതാണ് വില കുറയാനുണ്ടായ പ്രധാന കാര്യങ്ങളിലൊന്ന്. ഡോളർ മൂല്യം ഉയരുമ്പോൾ സ്വർണം വാങ്ങുന്നതിനുള്ള ചിലവ് മറ്റ് രാജ്യങ്ങളിൽ കൂടുന്നു. ഇത് ഡിമാൻഡ് കുറയ്ക്കുകയും വില താഴാനും കാരണമാകും. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് നയവും വിലയിടിവിന് ആക്കം കൂട്ടി. പണപ്പെരുപ്പ ആശങ്കകൾ കാരണം ഉയർന്ന നിരക്കുകൾ നിലനിർത്താനും 2026-ൽ ചെറിയ കുറവ് മാത്രം മതിയെന്നും ഫെഡ് സൂചിപ്പിച്ചു. സ്വർണത്തിന് പലിശയില്ലാത്തതിനാൽ ഉയർന്ന നിരക്കുകൾ നിക്ഷേപകരെ മറ്റ് ആസ്തികളിലേക്ക് ആകർഷിക്കും. സ്വാഭാവികമായും സ്വർണത്തിന് വില ഇടിയും. മധ്യപൂർവ്വദേശത്തെ US, ഇസ്രായേൽ, ഇറാൻ സംഘർഷങ്ങളും എണ്ണവില വർദ്ധിപ്പിച്ചു. സാധാരണയായി യുദ്ധം സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപ പദവി ഉയർത്തുകയാണ് പതിവ്. എന്നാൽ ഉയർന്ന എണ്ണവില പണപ്പെരുപ്പ ഭയം വർദ്ധിപ്പിച്ച് പലിശനിരക്ക് ഉയർത്തി നിർത്താൻ ഫെഡിനെ പ്രേരിപ്പിച്ചു. ഇതാണ് സ്വർണത്തിന് വിപരീത ഫലമുണ്ടാക്കിയത്. പ്രധാന നിക്ഷേപകർ ലാഭമെടുപ്പിനായി വിട്ടിടിച്ചതും വില കുറയാനിടയാക്കി. ഇനിയും താഴേക്ക്. യുദ്ധം തുടരുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും താഴേക്ക് തന്നെ പതിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ വീണ്ടും ഒരു 10,000 രൂപ കൂടി ഇടിഞ്ഞാൽ സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴേക്കെത്തും. എന്നാലും സ്വർണ്ണ വാങ്ങൽ കൂടാൻ സാധ്യതയില്ല. പവന് 60,000 വരെ എത്തിയെങ്കിലേ സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വർണം വാങ്ങുന്നത് ലാഭകരമാകുകയുള്ളൂ. അതിനാൽ വില ഇനിയും ഇടിയാനായി ആളുകൾ കാത്തിരുന്നേക്കും. അതേസമയം സ്വർണത്തിന്റെ വില 60,000-ത്തിലേക്കോ 70,000-ത്തിലേക്കോ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം US പ്രസിഡന്റ് കൂടുതൽ ഭീഷണികൾ ട്രംപിനെതിരെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന് തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ വീണ്ടും സ്ഥിതി വഷളാകും. എണ്ണവില കത്തിക്കേറുന്നത് ഡോളറിന്റെ മൂല്യം കൂടുതൽ ഉയർത്തുകയും സ്വർണത്തിന്റെ പെരുമ ഇടിഞ്ഞു താഴുകയും ചെയ്യും.